ഹിന്ദി ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ്. പാഠ് നാം ദിശാ ഹി ദിശ, യാത്രാവൃത്ത്. ലേഖക കാ നാം മോഹൻ രാകേഷ്, ലേഖകൻ്റെ പേര് മോഹൻ രാകേഷ്. യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ യാത്രാവിവരണം. ഇതൊരു യാത്രാവിവരണമാണ്. ഗദ്യസാഹിത്യത്തിൻ്റെ ഒരു വിഭാഗമാണ് യാത്രാവിവരണം. സൗന്ദര്യബോധത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ അനുഭവങ്ങളുടെ സ്വതന്ത്രമായ അഭിവ്യക്തിയാണ് യാത്രാവിവരണം. ഈ പാഠഭാഗം ശ്രീ മോഹൻ രാകേഷിൻ്റെ ഭോപ്പാലിലെ തടാകത്തിലൂടെയുള്ള ഒരു യാത്രയുടെ വിവരണമാണ്. അദ്ദേഹത്തോടൊപ്പം സുഹൃത്ത് അവിനാശും ഉണ്ട്. ശ്രീ അവിനാശ് ഭോപ്പാലിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന ഒരു ഹിന്ദി ദിനപത്രത്തിൻ്റെ എഡിറ്ററാണ്. ഇനി ലേഖകനെക്കുറിച്ച് പരിചയപ്പെടാം. മോഹൻ രാകേഷ്. ജന്മ 8 ജനുവരി 1925, അമൃത്സർ, പഞ്ചാബ്. അദ്ദേഹം ജനിച്ചത് 1925 ജനുവരി മാസം 8-ാം തീയതി പഞ്ചാബിലെ അമൃത്സറിലാണ്. മൃത്യു 3 ജനുവരി 1972. മരിച്ചത് 1972 ജനുവരി മാസം 3-ാം തീയതിയാണ്. श्री मोहन राकेश हिंदी साहित्य के उन चुनिंदे साहित्यकारों में है जिन्हें नई कहानी आंदोलन का नायक माना जाता है. श्री मोहन राकेश ഹിന്ദി സാഹിത്യത്തിലെ നയി കഹാനി പ്രക്ഷോഭത്തിലെ നായകരായി അംഗീകരിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. പ്രസ്തുത അംശ ഉൻകാ യാത്രാവൃത്താന്ത് ആഹിരി ചട്ടാൻ തക്ക് സെ ലിയാ ഗയാ ഹെ. അദ്ദേഹത്തിൻ്റെ യാത്രാവൃത്താന്തമായ ആഹിരി ചട്ടാൻ തക്ക് എന്നതിൽ നിന്ന് എടുത്തതാണ് ഈ പാഠഭാഗം. അന്ധേരെ ബന്ദ് കമരെ, അന്തരാൽ, നാ ആനെ വാല കൽ മുതലായവ അദ്ദേഹത്തിൻ്റെ നോവലുകളും ആഷാഢ് കാ ഏക് ദിൻ, ലഹരോം കാ രാജഹംസ്, ആധേ അധൂരെ മുതലായവ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും ആണ്. 1968 में संगीत नाटक अकादमी पुरस्कार से वे सम्मानित हुए. 1968 അദ്ദേഹത്തിനെ സംഗീത നാടക അക്കാദമി പുരസ്കാരം നൽകി ആദരിച്ചു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദിശാഹീൻ ദിശ, ദിശയില്ലാത്ത ദിശ. घर में चलते समय मन में यात्रा की कोई बनी हुई രൂപരേഖ നഹീംദി. ഗർമേം ചലത്തെ സമയ്, വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത്, മന്മേം മനസ്സിൽ, യാത്രാക്കി യാത്രയെക്കുറിച്ചുള്ള, കോയി ബനി ഹുയി രൂപരേഖ നഹീംദി ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. രൂപരേഖ പ്ലാനിങ്, അതായത് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, എത്ര ദിവസം താമസിക്കണം, ഏതെല്ലാം സ്ഥലങ്ങൾ കാണണം എന്നിവയെക്കുറിച്ചുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ബസ് ഏക് അസ്ഥിരത ഹി ഥി ജോ മുझे അന്തർ സെ ധക്കേൽ രഹി ഥി. ഒരു സ്ഥിരതയില്ലായ്മ ഉണ്ടായിരുന്നു. അസ്ഥിരത, സ്ഥിരതയില്ലായ്മ. ജോ മുझे അന്തർ സെ ധക്കേൽ രഹി ഥി, അത് എന്നെ, ജോ മുझे അത് എന്നെ, അന്തർ സെ ഉള്ളിൽ നിന്ന്, അതായത് മനസ്സിൽ നിന്ന്, ധക്കേൽ രഹി ഥി തള്ളിക്കൊണ്ടിരുന്നു. ധക്കേൽ തള്ളുക. സമുദ്ര തട് കെ പ്രതി മൻമേം ഏക് ഐസ ആകർഷൺ ഥ. സമുദ്രതീരത്തെക്കുറിച്ച് മനസ്സിൽ ഒരു തരം ആകർഷണമായിരുന്നു. മേരി യാത്രാ കി കൽപ്പന മേം സമുദ്ര കാ വിസ്താർ അനായാസ് ഹി ആ ജാതാ ഥാ. മേരി യാത്രാ കി കൽപ്പന മേം, മേരി യാത്രാ കി കൽപ്പന മേം എൻ്റെ യാത്രയുടെ സങ്കല്പത്തിൽ, കൽപ്പന സങ്കല്പം. സമുദ്ര കാ വിസ്താർ സമുദ്രത്തിൻ്റെ വിസ്താർ വിശാലത, വിസ്താർ വിശാലത. അനായാസ് ഹി ആ ജാതാ ഥാ എളുപ്പം
മനസ്സിലേക്ക് വന്നിരുന്നു. അനായാസ് എളുപ്പം. ബഹുത് ബാർ സോച്ചാ താ കി കഭി സമുദ്ര തട് കെ സാത്ത് സാത്ത് ഏക് ലംബി യാത്ര കരൂംഗാ. വളരെ പ്രാവശ്യം ചിന്തിച്ചിരുന്നു. ബഹുത് ബാർ സോച്ചാ താ കി വളരെ പ്രാവശ്യം ചിന്തിച്ചിരുന്നു. കഭി സമുദ്ര തട് കെ സാത്ത് സാത്ത് എപ്പോഴെങ്കിലും സമുദ്രതീരത്തു കൂടെ ഏക് ലംബി യാത്ര കരൂംഗാ ഒരു നീണ്ട യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നു. പരന്തു യാത്രാ കെ ലിയേ സമയ് ഓർ സാധൻ സാത്ത് സാത്ത് മേരെ പാസ് കഭി ഭി നഹീ രഹ്തേ ഥേ. പരന്തു യാത്രാ കെ ലിയേ എന്നാൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള, സമയ് ഓർ സാധൻ സമയവും സാമഗ്രികളും, സാത്ത് സാത്ത് മേരെ പാസ് കഭി നഹീ രഹ്തേ ഥേ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നില്ല. സാധൻ സാമഗ്രി. ഉൻ ദിനോ നൗകരി ചോട് ദീ ഥി ഓർ പാസ് മേം കുച്ച് പൈസേ ഭീ ഥേ. ആ സമയത്ത് ജോലി ഉപേക്ഷിച്ചിരുന്നു. ഓർ പാസ് മേം കുച്ച് പൈസേ ഥേ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നു. ചോട് ദേന ഉപേക്ഷിക്കുക. ഇസ്ലിയേ മേംനെ തുരന്ത് ചൽ ദേനെ കാ നിശ്ചയ് കർ ദിയാ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. തുരന്ത് പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. പഹലെ സോച്ചാ കി സീധേ കന്യാകുമാരി ചലാ ജാഊ और वहाँ से रेल मोटर या नाव जहाँ जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या बम्बई तक की यात्रा करूँ. ആദ്യം ചിന്തിച്ചു. സീധേ കന്യാകുമാരി ചലാ ജാഊം നേരെ കന്യാകുമാരിയിലേക്ക് പോകാം. വഹാസെ അവിടെ നിന്ന്, റെയിൽ മോട്ടർ യാ നാവ് തീവണ്ടി മോട്ടോർ വാഹനം, നാവ് വള്ളം വഞ്ചി. ജോ ജഹാൻ ജോ മിലേ ഇവയിൽ ഏതാണോ കിട്ടുന്നത്. ജഹാം ജോ മിലേ ഇവയിൽ ഏതാണോ കിട്ടുന്നത്. ഉസ്മേം അതിൽ, പശ്ചിമി സമുദ്ര തട് കെ സാത്ത് സാത്ത് പശ്ചിമ സമുദ്ര തീരത്തു കൂടി. പശ്ചിമി സമുദ്ര തട് കെ സാത്ത് സാത്ത് പശ്ചിമ സമുദ്ര തീരത്തു കൂടി. ഗോവ യാ ബംബൈ തക് കി യാത്ര കരൂം ഗോവയിലേക്കോ മുംബൈയിലേക്കോ യാത്ര ചെയ്യാം എന്ന് ചിന്തിച്ചു. രാസ്തേ മേം ജഹാം മൻ ഹുവാ വഹി കുച്ച് ദിൻ രഹ് ജാവൂംഗാ. വഴിയിൽ മൻ ഹുവ മനസ്സിനിഷ്ടപ്പെട്ട, മൻ ഹുവ മനസ്സിനിഷ്ടപ്പെട്ട സ്ഥലം ലഭിക്കുകയാണെങ്കിൽ, വഹി കുച്ച് ദിൻ രഹ് ജാവൂംഗാ അവിടെ കുറച്ചു ദിവസം താമസിക്കാം. शिमला में हमारे स्कूल में कई लोग दक्षिण भारत के थे. शिमला में हमारे स्कूल में कई लोग दक्षिण भारत के थे. ഷിംലയിൽ ഹമാരെ സ്കൂൾ മേം ഞങ്ങളുടെ സ്കൂളിൽ ധാരാളം ദക്ഷിണേന്ത്യക്കാർ ഉണ്ടായിരുന്നു. ഉൻ മേം സെ ഏക് ने कहा था कि रहने के लिए कन्नूर बहुत अच्छी जगह है. ഉൻ മേം സെ അവരിൽ ഒരാൾ, കഹാദാക്കി പറഞ്ഞിരുന്നു, രഹനെ കെ ലിയെ താമസിക്കുന്നതിനു വേണ്ടി, കണ്ണൂർ ബഹുത്ത് അച്ചി ജഗഹ് ഹേ കണ്ണൂർ വളരെ നല്ല സ്ഥലമാണ്. ജഗഹ് സ്ഥലം.
एक और का कहना था कि मैं एक बार कोल्लम पहुंच जाऊं तो वहां से और कहीं जाने को मेरा मन नहीं होगा. മറ്റൊരാൾ പറഞ്ഞിരുന്നു, മാം ഏക് ബാർ കൊല്ലം പഹുഞ്ച് ജാവും. ഞാൻ ഒരു പ്രാവശ്യം കൊല്ലത്ത് എത്തിയാൽ. തോ വഹാം സെ അവിടെ നിന്ന്, ഓർ കഹീം ജാനേക്കോ മറ്റെവിടേക്കും പോകുവാനായിട്ട്, മേരാ മൻ നഹി ഹോഗ എൻ്റെ മനസ്സ് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ദില്ലി മേം ഏക് മിത്രനെ കഹാ താ കി പശ്ചിമി സമുദ്ര തട് पर गोवा से सुंदर दूसरी जगह नहीं है. ദില്ലിയിലെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു, പശ്ചിമ സമുദ്ര തടുപ്പർ പടിഞ്ഞാറൻ സമുദ്ര തീരത്ത്, ഗോവാസെ സുന്ദർ ദൂസരി ജഗഹ് നഹിം ഹേ ഗോവയേക്കാൾ മനോഹരമായ വേറൊരു സ്ഥലം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. വഹാം ഗുല സമുദ്ര തട് ഹേ एक आदिम स्पर्श के लिए प्राकृतिक रमणीयता है. വഹാം ഗുല സമുദ്ര തട് ഹേ അവിടെ വിശാലമായ സമുദ്രതീരമുണ്ട്. ഗുല വിശാലമായ. ഏക് ആദിമ സ്പർശ് ലിയേ ഒരു ആദ്യകാല സ്പർശനമുള്ള. ആദിമ ആദ്യകാല സ്പർശനമുള്ള. പ്രാകൃതിക് രമണീയത ഹേ പ്രകൃതികരമായ. പ്രകൃതികരമായ. രമണീയത ഹേ സൗന്ദര്യമുണ്ട്. രമണീയത സൗന്ദര്യം. ഓർ സബ്സെ ബഡി ബാത്ത് യഹ് ഹേ കി ഏറ്റവും വലിയ കാര്യമാണ്, ജീവൻ ബഹുത്ത് സസ്ത ഹേ ഗോവയിൽ ജീവിത ചെലവ് വളരെ കുറവാണ്. ബഹുത്ത് സസ്ത വളരെ കുറവ്. രഹ്നെ ഗാനെ കി ഹർ സുവിധ വഹാം ബഹുത്ത് തോടെ പൈസോ മേം പ്രാപ്ത് ഹോ സക്തി ഹേ. രഹ്നെ ഗാനെ കി ഹർ സുവിധ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും. സുവിധ സൗകര്യങ്ങൾ. രഹ്നെ ഗാനെ താമസിക്കുവാനും ഭക്ഷണത്തിനുമുള്ള. ഹർ സുവിധ എല്ലാ സൗകര്യങ്ങളും. വഹാം ബഹുത്ത് തോടെ പൈസോ മേം പ്രാപ്ത് ഹോ സക്തി ഹേ അവിടെ, അതായത് ഗോവയിൽ, വളരെ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. മേരെ ലിയേ സബി ജഗഹേ അപരിചിത് ഥി എനിക്ക് എല്ലാ സ്ഥലങ്ങളും പരിചയമില്ലാത്തതായിരുന്നു. അപരിചിത് പരിചയമില്ലാത്ത. ഇസ്ലിയേ മുझे സബി മേം ആകർഷൺ ലഗ് രഹാ താ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളോടും എനിക്കൊരു ആകർഷണം തോന്നിയിരുന്നു. കൊച്ചിൻ, കണ്ണൂർ, മംഗളൂർ, ഗോവ, ആലപ്പി കെ ബേക്ക് വാട്ടേഴ്സ് ഓർ നീലഗിരി കി പഹാഡിയാ. കൊച്ചി, കണ്ണൂർ, മാംഗ്ലൂർ, ഗോവ, ആലപ്പി കെ ബേക്ക് വാട്ടേഴ്സ് ആലപ്പിയിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ കായൽ, നീലഗിരി കി പഹാഡിയ നീലഗിരിയിലെ പർവ്വതങ്ങൾ, എല്ലാത്തിനോടും, സബ് കെ പ്രതി ഇവയെല്ലാത്തിനോടും, മേരെ മൻ മേ എൻ്റെ മനസ്സിൽ, ഏക് സി ആത്മീയത ജാഗ്തി ഥി ഒരേയൊരു വികാരം ഉണർത്തിയിരുന്നു. ഒരേയൊരു ആത്മബന്ധം ഉണർത്തിയിരുന്നു. ആത്മീയത ജാഗ്തി ഥി ആത്മീയത, ആത്മബന്ധം അല്ലെങ്കിൽ വികാരം ഉണർത്തിയിരുന്നു. ജാഗ്തി ഥി ഉണർത്തിയിരുന്നു. ജൈസേ കി മേരാ ഉൻ സബ് സ്ഥാനോ സേ കഭി കാ ഘനിഷ്ഠ സംബന്ധ് രഹാ ഹോ. മേരാ ഉൻ സബ് സ്ഥാനോ സേ എനിക്ക് ഈ എല്ലാ സ്ഥലങ്ങളോടും, കഭി ഏതോ അടുത്ത ബന്ധമുള്ളതുപോലെ തോന്നി, ഘനിഷ്ഠ
അടുത്ത ബന്ധമുള്ള, ഘനിഷ്ഠ സംബന്ധ്, അടുത്ത ബന്ധമുള്ളത് പോലെ തോന്നി. ഇനി ഇന്നടുത്ത ഭാഗത്ത് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. घर में चलते समय मन में यात्रा की कोई बनी हुई രൂപരേഖ नहीं थी. വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് മനസ്സിൽ യാത്രയെക്കുറിച്ചുള്ള ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. ലേഖകന്റെ ഇസ് കഥൻ കെ ആധാർ പർ, ലേഖകന്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി ബതായേം കി, പറഞ്ഞാലും, കിസി യാത്ര പർ ജാനേ സേ പഹലെ, ഏതൊരു യാത്രയ്ക്കും പോകുന്നതിനേക്കാൾ മുമ്പ് യാത്രാക്ക് രൂപരേഖ ബനാന സരൂരി ഹേ, യാത്രയെക്കുറിച്ചുള്ള പ്ലാനിങ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമുണ്ടോ? അതിനുത്തരം എന്താണെന്ന് നോക്കാം. കിസി യാത്ര കെ ലിയെ ജാനേ സേ പഹലെ രൂപരേഖ ബനാന സരൂരി ഹേ, ഏതൊരു യാത്രയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് രൂപരേഖ ബനാന സരൂരി ഹേ, ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ക്യോംകി കഹാം ജാനാ ഹേ, എവിടെ പോകണം. കിത്തനെ ദിൻ രുക്നാ ഹേ, എത്ര ദിവസം താമസിക്കണം. ക്യാ ക്യാ ദേഖ്നാ ഹേ, ഏതെല്ലാം സ്ഥലങ്ങൾ കാണണം. ഇൻ സബ് രൂപരേഖ, ഈ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള രൂപരേഖ പഹലെ ഹി തയ്യാർ നഹീ കി തോ, ആദ്യം തന്നെ തയ്യാറാക്കിയില്ലെങ്കിൽ, ഹം അപ്പനി രുചി കെ അനുസാർ, നമുക്ക് നമ്മുടെ താല്പര്യമനുസരിച്ച്, സബ് കുച്ച് ദേഖ് നഹീ പായേംഗെ, എല്ലാതും കാണാനായിട്ട് സാധിക്കുകയില്ല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ എന്തെങ്കിലും അപാകതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി.